ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്റർ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ കോംപ്ലിമെൻ്ററി പേപ്പർ ആയിട്ടുള്ള ജേർണലിസ്റ്റിക് പ്രാക്ടീസസ് ആണ്. ഇതിൽ ടോട്ടൽ 6 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് പ്രിൻറ്റ് മീഡിയ ജേർണലിസം ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് എ ന്യൂസ് പേപ്പർ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ന്യൂസ് പേപ്പർ എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ, റോള്, ക്യാരക്ടറിസ്റ്റിക്സ്, ടൈപ്സ്, ഇതൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ന്യൂസ് പേപ്പർ എന്താണെന്ന് നോക്കാം. ന്യൂസ് പേപ്പേഴ്സ് ആർ പീരിയോഡിക്കലി പബ്ലിഷ്ഡ് ഡോക്യുമെൻറ്റ്സ് ദാറ്റ് ക്യാരി കറൻറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദി സൊസൈറ്റിയിൽ നടക്കുന്ന കറൻറ്റ് ഇൻസിഡൻസിനെ കുറിച്ചിട്ട് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നത് എന്തിലൂടെയാണ്? ഈ ന്യൂസ് പേപ്പേഴ്സിലൂടെയാണ്. ഏർലി ന്യൂസ് പേപ്പേഴ്സ് വർ നോട്ട് പബ്ലിക്കേഷൻ ആസ് വി സീ നൗ. നമുക്കിപ്പോൾ എന്താണ്, ഡെയിലി നമ്മളെ വീട്ടിൽ പത്രം എത്തുന്നുണ്ട്. മുന്നേ ഒന്നും ഈ ഡെയിലി പത്രം നമ്മളെ വീട്ടിലിടാറില്ല. വീക്ക്ലി ആയിട്ടായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ വീക്ക്ലി 2 അല്ലെങ്കിൽ 3 അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടാറ്. ബൈ ദ ഏർലി 19th century പവർ പ്രസ് വാസ് ഇൻവെൻറ്റഡ്. ദിസ് ലെഡ് ടു ഫാസ്റ്റ് പ്രിൻറ്റിങ്. 19th centuryയിൽ പവർ പ്രസ് ഇൻവെൻറ്റ് ചെയ്തതിന് ശേഷം ഈ ഫാസ്റ്റ് പ്രിൻറ്റിങ് വന്നു. ആ ഒരു സമയം തന്നെ ഈ ഒരു ടെലിഗ്രാഫും ടെലി പ്രിൻറ്റേഴ്സും കൂടി ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റിമോട്ട് ഏരിയാസിലേക്കും ഈ ഒരു ന്യൂസ് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇൻവെൻഷൻ ഓഫ് ടെലിഗ്രാഫ് ആൻഡ് ടെലി പ്രിൻറ്റർ ഓൾസോ ഹെൽപ്ഡ് us ഗാദറിങ് ന്യൂസ് ഫ്രം റിമോട്ട് പ്ലേസസിൽ നടക്കുന്ന കാര്യങ്ങളും ഇൻഫോർമേഷൻസ് നമുക്ക് ഗ്യാദർ ചെയ്യാനായിട്ട് ഈ ഒരു ടെലി പ്രിൻറ്ററും ടെലിഗ്രാഫും ഒക്കെ വന്നതിന് ശേഷം സാധിച്ചിട്ടുണ്ട്. ദിസ് ഓൾ ഫെസിലിറ്റേറ്റഡ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെയിലി ന്യൂസ് പേപ്പർ. ഈ ഒരു ഡെയിലി ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് ന്യൂസ് പേപ്പർ, ഈ ന്യൂസ് പേപ്പർ തുടങ്ങി വെച്ചിട്ടുള്ളത് പബ്ലിക് ഒക്കറൻസ് എന്ന് പറയുന്ന ബെൻ ഹാരിസിൻ്റെ പേപ്പറിലാണ്. 1960 അത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇയർ ഓർത്തിട്ടില്ലെങ്കിലും ആ ഒരു പേര്, ന്യൂസ് പേപ്പറിൻ്റെ പേരും അത് ആരാ ഇറക്കിയിട്ടുള്ളത് എന്നുള്ള പേരും ഓർത്ത് വയ്ക്കണം. ഫസ്റ്റ് ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ബംഗാൾ ഗസറ്റ് ആണ്. ഓക്കെ, അത് ചെയ്തിട്ടുള്ളത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. നമ്മൾ കുറച്ച് മുന്നത്തെ സെമിസ്റ്ററിൽ നമ്മൾ ഈ കാര്യം പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ന്യൂസ് പേപ്പേഴ്സ് ആർ പ്രൈമറി മാസ് മീഡിയം ഫ്രം വിച്ച് പീപ്പിൾ റിസീവ് ന്യൂസ്. ആളുകൾ ന്യൂസ് സ്വീകരിക്കുന്ന ആ ഒരു സമയത്തെ ഏറ്റവും പ്രൈമറി മീഡിയം മാസ് മീഡിയം എന്ന് പറയുന്നത് ഏതാണ്? ന്യൂസ് പേപ്പേഴ്സ് ആണ്. അൺലൈക്ക് അതർ മാസ് മീഡിയ, ന്യൂസ് പേപ്പേഴ്സ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ഇൻ എ മെനി സിഗ്നിഫിക്കൻറ്റ് വേസ്. മറ്റ് മീഡിയാസ്, ടെലിവിഷൻ ആയാലും റേഡിയോ ആയാലും അതിനേക്കാളൊക്കെ കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ന്യൂസ് പേപ്പേഴ്സ് ആണ്. അപ്പോൾ നിങ്ങളടുത്ത് ന്യൂസ് പേപ്പറിനെ കുറിച്ചിട്ട് എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പോയിൻറ്റ്സ് പഠിച്ചു വെക്കുക. മാക്സിമം ഒരു 4-5 പോയിൻറ്റ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന 4-5 പോയിൻറ്റ് പഠിച്ചു വെക്കുക. ഫസ്റ്റ് ന്യൂസ് പേപ്പറും, ഇന്ത്യയിലെ ഫസ്റ്റ് ന്യൂസ് പേപ്പറും, അത് ആരൊക്കെയാണ് ഇറക്കിയിട്ടുള്ളത്, അതിൻ്റെ പേര്, ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ്, റോൾ ഓഫ് ന്യൂസ് പേപ്പേഴ്സ്. ന്യൂസ് പേപ്പറിൻ്റെ റോൾ എന്താണെന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. In early years, newspapers were center of debate and they were run by scholars, political leaders, reformers and revolutionaries. കുറേ കാലങ്ങൾക്ക് മുന്നേ ഈ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ഈ പൊളിറ്റീഷ്യൻസും ഈ സ്കോളേഴ്സും ഈ റിഫോമേഴ്സും റെവല്യൂഷണറീസും ഒക്കെ അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഈ ന്യൂസ് പേപ്പറിലൂടെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ കുറേ മുന്നേയൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം, നമ്മളുടെ ഈ ഒരു ഇൻഡിപെൻഡൻസിന് മുന്നേ ഒക്കെ ആളുകൾ ഇപ്പം ബ്രിട്ടീഷുകാർ ചെയ്യുന്ന ക്രൂരതയെ കുറിച്ചിട്ടൊക്കെ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ സെമസ്റ്ററിലൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, ദ മെയിൻ മിഷൻ ഓഫ് ദ പ്രസ് ഇൻ ഇറ്റ്സ് ഇൻഫാൻറ്റ് stage was to argue with government for better life conditions and freedom of the people.
ഈ ഒരു ന്യൂസ് പേപ്പർ വന്ന ആ തുടക്കകാലത്തിൽ ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ മിഷൻ എന്ന് പറയുന്നത്, ഈ ഒരു പ്രസിൻ്റെ മിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അവർ ആർഗ്യൂ ചെയ്യുന്നതാണ് ഫോർ ബെറ്റർ ലൈഫ് കണ്ടീഷൻസിന് വേണ്ടിയിട്ടും ആളുകളുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ടും, ഫ്രീഡം ഓഫ് ദി പീപ്പിൾ, ഇതിന് വേണ്ടിയിട്ടായിരുന്നു അവർ ന്യൂസ് പേപ്പർ അധികം ഇറക്കിയിട്ടുണ്ടായിരുന്നത്. The early newspapers, both in English and in local languages in India, also formed public opinion against the British policies and at last resulted in the withdrawal of English forces from Indian soil. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റെവല്യൂഷണറിൻ്റെ ആ ഒരു ടൈമിൽ എന്താണ്, ഈ ഒരു ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ ഈ ഒരു ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ള അവരുടെ പോളിസീസും അതിനെക്കുറിച്ചിട്ടൊക്കെ എഗെയിൻസ്റ്റ് ചെയ്ത് പറയാനായിട്ട് ഈ ഒരു ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. പീപ്പിൾസിൻ്റെ ഒപ്പീനിയൻസ് വരെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഒരു ബ്രിട്ടീഷുകാർ നമ്മളുടെ ഇന്ത്യ വിട്ട് പോകുന്നവരെ ഈ ഒരു കാര്യം തന്നെയാണ് ന്യൂസ് പേപ്പറിലൊക്കെ ചെയ്തിട്ടുള്ളത്. അവസാനം അതിനൊരു റിസൾട്ടും കിട്ടി. ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ്റെ മണ്ണിൽ നിന്നും പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ന്യൂസ് പേപ്പറിൻ്റെ റോൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് എഴുതി വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ന്യൂസ് പേപ്പർ. ഏകദേശം 8 എണ്ണം പറയുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന ഒരു 5, 4, 6 എത്രയാണോ നിങ്ങൾക്ക് പറ്റുന്നത് അത്രയും നിങ്ങൾ പഠിച്ച് വെക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രീഡോമിനൻസ് ഓഫ് ന്യൂസ് ഓറിയൻറ്റഡ് കണ്ടൻറ്റ്. There are 3 types of content in newspapers. ന്യൂസ് പേപ്പറിൽ 3 തരത്തിലുള്ള കണ്ടൻസ് ആണ് ഉള്ളത്. ഒന്ന് ന്യൂസ്, ഒന്ന് വ്യൂസ്, ഒന്ന് ആഡ്. നമ്മളിപ്പോഴത്തെ ന്യൂസ് പേപ്പറിൽ നമ്മൾ ആഡ് കാണാറുണ്ട്, ഒരുപാട് ന്യൂസസ് കാണാറുണ്ട്, ഒരുപാട് വ്യൂസ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഓഫ് ദിസ് ന്യൂസ് overshadows the others because newspapers are primarily meant for the dissemination of news. ഈ ന്യൂസ് മറ്റുള്ളവരെ മറിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ന്യൂസ് പേപ്പേഴ്സ് പ്രൈമറിലി ഉദ്ദേശിക്കുന്നത് ഈ ന്യൂസിനെ വ്യാപിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇനി സെക്കൻഡ് വണ്ണാണ് റെഗുലർ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത്. ന്യൂസ് പേപ്പേഴ്സ് മേ ബി പബ്ലിഷ് ഡെയിലി ഓർ വീക്ക്ലി. ന്യൂസ് പേപ്പേഴ്സ് ഡെയിലി വീക്ക്ലി ആയിട്ട് പബ്ലിഷ് ചെയ്യാറുണ്ട്. പീരിയോഡിസിറ്റി മേ വാരി ബട്ട് റെഗുലാരിറ്റി ഷുഡ് കെപ്റ്റ്. പീരിയോഡിസിറ്റി മേ വാരി ബട്ട് റെഗുലാരിറ്റി ഷുഡ് കെപ്റ്റ്. ഈ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ആനുകാലികത എന്നാണ് മീനിങ്. അപ്പോൾ ഈ ഒരു ആനുകാലികതയിൽ വ്യത്യാസങ്ങൾ വരാം, പക്ഷേ അതിൻ്റെ റെഗുലാരിറ്റി, അതിൻ്റെ ക്രമം പാലിക്കണം. എവറി ന്യൂസ് പേപ്പേഴ്സ് കീപ്സ് എ പെർട്ടിക്കുലർ റെഗുലാരിറ്റി ഇൻ പബ്ലിക്കേഷൻ. എല്ലാ ന്യൂസ് പേപ്പേഴ്സും അവർ ഈ ഒരു പബ്ലിക്കേഷൻ ചെയ്യുന്നതിൽ അവരൊരു ക്രമം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒന്നെങ്കിൽ വീക്ക്ലി ആയിട്ട്, അല്ലെങ്കിൽ ഡെയിലി, അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ്, ത്രൈസ്, അങ്ങനെ ഓരോ ടൈമായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടായിരിക്കും ഓരോ ന്യൂസ് പേപ്പേഴ്സും പബ്ലിഷ് ചെയ്യുന്നത്. ഇനി തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫ്യൂച്ചർ റെഫറൻസ് ഫെസിലിറ്റി. നമുക്കിതിൻ്റെ പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് കാര്യമെന്ന്. ബീങ് എ പ്രിൻറ്റ് മീഡിയം, ന്യൂസ് പേപ്പേഴ്സ് ക്യാൻ ബി കെപ്റ്റ് ഫോർ ഫ്യൂച്ചർ യൂസ്. നമ്മൾ പ്രിൻ്റ് ചെയ്ത് വെക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് റെഫറൻസ് ചെയ്യാനായിട്ട് ഈ ഒരു ന്യൂസ് പേപ്പർ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദിസ് അച്ചീവിങ് എബിലിറ്റി മേക്സ് ന്യൂസ് പേപ്പേഴ്സ് വൺ ഓഫ് ദ മെയിൻ സോഴ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ മുന്നേ നടന്ന ഏതെങ്കിലും ഒരു കേസിനെ കുറിച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ന്യൂസ് പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ന്യൂസ് പേപ്പറിനെ ഹിസ്റ്റോറിക്കൽ റിസർച്ചിന് പറ്റിയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഫോർത്ത് വൺ, ചോയ്സ് ഓഫ് ദ ടൈം ഓഫ് യൂസ്. Unlike television and radio, we can read newspapers at any time. ഈ ടെലിവിഷനിലും റേഡിയോസിലൊക്കെ ഒരു ടൈമിലായിരിക്കും ന്യൂസ്. 6 മണി വാർത്ത, 10 മണി വാർത്ത, 9 മണി വാർത്ത. അപ്പോൾ നമുക്കത് ആ ഓരോ ടൈമിലായിരിക്കും നമുക്കതൊക്കെ കാണാനായിട്ടും കേൾക്കാനായിട്ടും പറ്റുക. പക്ഷേ ഈ ഒരു ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴാണോ ഫ്രീ ആ ഒരു ടൈമിൽ നമുക്ക് വായിക്കാനായിട്ട് പറ്റും.
Some reads in the morning while others in the evening after work. ചിലവർ രാവിലെ ഇരുന്ന് വായിക്കും, ചിലവർ അവരുടെ പണിയൊക്കെ കഴിഞ്ഞ് വൈകിട്ടായിട്ടായിരിക്കും വായിക്കുക. ദിസ് ഫെസിലിറ്റി ഇൻക്രീസസ് ദ പോപ്പുലാരിറ്റി ഓഫ് ന്യൂസ് പേപ്പേഴ്സ്. ഈ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പോപ്പുലാരിറ്റി കൂടി വരും. ഇനി നെക്സ്റ്റ് വണ്ണാണ് ദ ലിറ്ററേറ്റ്സ് മീഡിയം. Unlike television and radio, newspaper demands literacy from the part of the audience. ഈ ടെലിവിഷൻ റേഡിയോ എന്നൊക്കെ പറയുന്നത് നമ്മൾ വായിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് അവർ ന്യൂസ് ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഈ ഒരു ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ന്യൂസ് പേപ്പർ വായിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ന്യൂസ് പേപ്പേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നത് ലിറ്ററസിയാണ്. എഴുത്തും വായനയും അറിയാത്ത ഒരാൾക്ക് ഈ ന്യൂസ് പേപ്പർ കിട്ടിക്കഴിഞ്ഞിട്ട് എന്താക്കാനാണ്? ആ ഒരു കാര്യമാണ് ഈ ഒരു ന്യൂസ് പേപ്പേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് 6th വണ്ണാണ് ലോ കോസ്റ്റ്. കമ്പയർ ടു ദ അതർ മീഡിയം, ന്യൂസ് പേപ്പർ ആസ് എ കോസ്റ്റ് എഫക്റ്റീവ് മീഡിയം. നമ്മുടെ ഈ ന്യൂസ് പേപ്പറിന് ഭയങ്കര വില കുറവാണ് അല്ലോ. എനിബഡി ക്യാൻ അഫോർഡ് എ ന്യൂസ് പേപ്പർ ആസ് ഇറ്റ് നീഡ്സ് നോ ഹിഡൻ ചാർജസ് ഓർ അതർ ആക്സസറീസ്. Electronic medium requires power supply and the news medium need digital technology. ഓക്കെ, ഈ ഡിജിറ്റൽ ടെക്നോളജിയും മറ്റേ ഈ പവർ സപ്ലൈ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പൈസയാവും. പക്ഷേ ന്യൂസ് പേപ്പർ നമുക്ക് നമുക്ക് അഫോർഡ് ചെയ്യാൻ, സാധാരണക്കാർക്ക് മുതൽ ഏത് നിലയിലുള്ളവർക്ക് വരെ വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ന്യൂസ് പേപ്പർ. അപ്പം നമ്മളിതിൽ നമുക്ക് ഹെഡിങ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇതിൽ മിക്ക കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് മൾട്ടിപ്പിൾ യൂസേഴ്സ്. മെനി റീഡേഴ്സ് ക്യാൻ റീഡ് എ കോപ്പി ഓഫ് ദ ന്യൂസ് പേപ്പർ സൈമൾട്ടേനിയസ്ലി ഓർ സെപ്പറേറ്റ്ലി. ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് മെനി റീഡേഴ്സ്, ഒരുപാട് റീഡേഴ്സിന് ഈ ഒരു ന്യൂസ് പേപ്പർ കോപ്പി വെച്ചിട്ട് സൈമൾട്ടേനിയസ്ലിയും സെപ്പറേറ്റ്ലിയും ഒക്കെ ആയിട്ട് വായിക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് 8th വണ്ണാണ് ടെക്സ്റ്റൽ മീഡിയം എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ഈസ് ദ സോൾ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ദോ ദേ ക്യാരി ഇമേജസ് ആൻഡ് ഗ്രാഫിക്സ്. അത് നമ്മുടെ ന്യൂസ് പേപ്പറിൽ നമ്മൾ ഈ ആഡ്സിലും കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ന്യൂസിൽ നമ്മൾ പിക്ചേഴ്സൊക്കെ കാണുന്നില്ലേ, അതിനെയൊക്കെയാണ് ഈ ടെക്സ്റ്റൽ മീഡിയംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പം പ്രീഡോമിനൻസ് ഓഫ് ന്യൂസ് ഓറിയൻറ്റഡ് കണ്ടൻറ്റ്, റെഗുലർ പീരിയോഡിസിറ്റി, ഫ്യൂച്ചർ റെഫറൻസ് ഫെസിലിറ്റി, ചോയ്സ് ഓഫ് ദ ടൈം ഓഫ് യൂസ്, ലിറ്ററേറ്റ്സ് മീഡിയം, ലോ കോസ്റ്റ്, മൾട്ടിപ്പിൾ യൂസസ്, ടെക്സ്റ്റൽ മീഡിയം. അപ്പോൾ 8 എണ്ണമാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന എത്ര എണ്ണമാണോ അത്രയും പഠിച്ച് വെക്കാനായിട്ട് നോക്കാം. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് ടൈപ്സ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ആണ്. ബൈ പേജ് സൈസ്, പേജ് ഫോർമാറ്റ്, ഫസ്റ്റ് വൺ. നെക്സ്റ്റ് ബൈ കണ്ടൻറ്റ്, ബൈ പീരിയോഡിസിറ്റി, ബൈ സർക്കുലേഷൻ ഏരിയ, ബൈ ഓഡിയൻസ്, ബൈ ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈ പേജ് സൈസ് ഓർ പേജ് ഫോർമാറ്റ്. ബൈ സൈസ് ന്യൂസ് പേപ്പേഴ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3. ന്യൂസ് പേപ്പേഴ്സിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അതിനെ 3 രീതിയിലാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഫസ്റ്റ് വന്ന് പറയുന്നത് ബ്രോഡ് ഷീറ്റ്, ദെൻ ടാബ്ലോയിഡ്, പിന്നെ ബെർലൈനർ. ബ്രോഡ് ഷീറ്റ് is the largest of the various newspaper formats and is characterized by long vertical pages. ഈ ഒരു ബ്രോഡ് ഷീറ്റാണ് ലാർജസ്റ്റ് സൈസ്, അതിൻ്റെ സൈസിലും ഫോർമാറ്റിലും അതാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളത്. ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ലോങ് വേർട്ടിക്കൽ പേജസ്. അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ രൂപം എന്ന് പറയുന്നത് നീളത്തിൽ വേർട്ടിക്കലായിട്ടാണ് അതിൻ്റെ പേജസ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് ടാബ്ലോയിഡ് ഇസ് എ സ്മോളർ പേജ് ന്യൂസ് പേപ്പർ ഫോർമാറ്റ് പെർ സ്പ്രെഡ്, mostly used for a weekly or semi-weekly alternative newspaper that focuses on local interest
സ്റ്റോറീസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. ഈ ഒരു ഇതിൽ ലോക്കൽസ്, അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടുള്ള സ്റ്റോറീസ്, അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ന്യൂസ് പേപ്പറിൽ ഉണ്ടാകുന്നത്. അത് വീക്കിലി അല്ലെങ്കിൽ സെമി വീക്കിലി ആയിട്ടോ ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് തേർഡ് വൺ ആണ് ബെർലിനർ. Is a newspaper format is slightly taller and marginally wider than the tabloid format and is both narrower and shorter than the broadsheet format. എന്താണ്, ഇതൊരു ന്യൂസ് പേപ്പറാണ്. ഇതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് ടോളറായിട്ടുള്ളതാണ്. ഈ ഒരു ടാബ്ലോയിഡിനെ പറഞ്ഞ പോലെയല്ല, അതിനേക്കാളും കുറച്ചുകൂടി വൈഡർ ആയിട്ടായിരിക്കും ഇതിൻ്റെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. എന്നാലും അത് നേരോ ആണ്, എന്നാലും ബ്രോഡ് ഷീറ്റ് ഫോർമാറ്റിനേക്കാളും ഷോർട്ടർ ആയിട്ടുള്ളതും കൂടിയാണ്. അപ്പോൾ ഇതാണ് ബൈ പേജ് സൈസ് അല്ലെങ്കിൽ പേജ് ഫോർമാറ്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ ടൈപ്പ്. അപ്പോൾ ഓരോ ടൈപ്പ് അതിൽ പറയുന്ന ഈ ബ്രോഡ് ഷീറ്റ് ആയാലും ടാബ്ലോയിഡ് ആയാലും ഏതിനായാലും അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് നമ്മളെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഗൂഗിളിൽ ഈ ഒരു ജേർണലിസ്റ്റിക് പ്രാക്ടീസ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തിട്ട് മെറ്റീരിയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. നിങ്ങൾക്ക് ആരും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇടാവുന്നതാണ്. ഇനി സെക്കൻഡ് ടൈപ്പ് നോക്കാം, ബൈ കണ്ടൻറ്റ് ആണ്. ബൈ കണ്ടൻറ്റ് ടൈപ്പ് newspapers are mainly classified as general newspapers, political newspapers and financial or business newspapers. ഈ ഒരു കണ്ടൻറ്റ്, ഈ ഇതിലുള്ള തീം, കാര്യം എന്നൊക്കെ പറയുന്നത് ഒന്നെങ്കിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ന്യൂസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബിസിനസ്, ഇങ്ങനെ ഓരോന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് ഈ കണ്ടൻറ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ജനറൽ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഓർ ബിസിനസ്, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് കണ്ടൻറ്റ്. ഇനി തേർഡ് വൺ ആണ് ബൈ പീരിയോഡിസിറ്റി. ഡെയിലീസ് ആൻഡ് വീക്ക്ലീസ് ആർ ടു ടൈപ്സ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ബേസ്ഡ് ഓൺ ദി പീരിയോഡിസിറ്റി. ഈ ഒരു പീരിയോഡിസിറ്റിയിൽ വരുന്നതാണ് ഡെയിലിയും വീക്ക്ലി എന്ന് പറയുന്നത്. ഡെയിലീസ് എന്ന് പറയുന്നത് പബ്ലിഷ്ഡ് അറ്റ്ലീസ്റ്റ് 5 times a week. ഒരു വീക്കിൽ 5 ഡേയ്സ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് ഡെയിലീസ് എന്ന് പറയുന്നത്. വീക്ക്ലീസ് എന്ന് പറയുന്നത് പബ്ലിഷ്ഡ് വൺസ് എ വീക്ക്, ഒക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് ബൈ സർക്കുലേഷൻ ഏരിയ. ഇതിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്: നാഷണൽ ഡെയിലീസ്, ഹോം ടൗൺ ന്യൂസ് പേപ്പർ, മെട്രോപൊളിറ്റൻ ഡെയിലീസ്. National dailies, the primary area of circulation is occurrence the nation. സർക്കുലേഷൻ്റെ പ്രാഥമിക മേഖല, അതായത് പ്രൈമറി ഏരിയ എന്ന് പറയുന്നത് നേഷൻസ്, രാജ്യത്തിനുടനീളമായിട്ടാണ്. USA വാൾ സ്ട്രീറ്റ് ജേർണൽ, USA ടുഡേ. ബ്രിട്ടീഷ് ഡെയിലീസിലാണ് ഗാർഡിയൻ, സൺ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ളതാണ് ദ ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ ടൈംസ്. ഇത് 3. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി സെക്കൻഡ് വണ്ണാണ് ഹോം ടൗൺ ന്യൂസ് പേപ്പേഴ്സ്. ടൗൺ centric newspapers focusing issues on that particular city is called hometown ന്യൂസ്പേപ്പേഴ്സ്. ഹോം ടൗൺ ന്യൂസ്പേപ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പെർട്ടിക്കുലർ സിറ്റീസിൽ നടക്കുന്ന ഇഷ്യൂസിനെ പറ്റി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോം ടൗൺ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഈ മിഡ് ഡേ ഓഫ് മുംബൈ എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ ആണ് മെട്രോപൊളിറ്റൻ ഡെയിലീസ് എന്ന് പറയുന്നത്. ഡെയിലീസ് കോൺസെൻട്രേറ്റ് ഓൺ ദ അഫെയർസ് ഓഫ് എ മെട്രോ സിറ്റിയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഡെയിലീസിൽ ചെയ്യുന്നത്. മെട്രോ വാർത്ത എന്ന് പറയുന്ന മലയാള മനോരമ ന്യൂസ് പേപ്പറിൻ്റെ അതുണ്ട്, അത് എക്സാമ്പിളാക്കി പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് USA വാൾ സ്ട്രീറ്റ് ജേർണലോ അല്ലെങ്കിൽ USA ടുഡേ, നിങ്ങൾക്ക് ഏതാണ് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നത് അത് ഓർത്ത് വയ്ക്കുക. ഹോം ടൗണിൻ്റെ ആണെങ്കിൽ മിഡ് ഡേ ഓഫ് മുംബൈ ഒറ്റന്നേ ഉള്ളൂ. അതേപോലെ മെട്രോപൊളിറ്റൻ ആണെങ്കിൽ നമുക്ക് മെട്രോ വാർത്ത, അത് നമുക്ക് ഈസിലി ഓർത്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക.
ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് ടൈപ്പാണ് ബൈ ഓഡിയൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ളത് കമ്മ്യൂണിറ്റി ന്യൂസ് പേപ്പേഴ്സാണ്. ന്യൂസ് പേപ്പേഴ്സ് പബ്ലിഷ്ഡ് ഓൺ ആൻഡ് ബൈ എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്യുന്ന ന്യൂസ് പേപ്പറാണ് കമ്മ്യൂണിറ്റി ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അടുത്തത് റിലീജിയസ് ന്യൂസ് പേപ്പേഴ്സ് പബ്ലിഷ്ഡ് ബൈ റിലീജിയസ് ഓർഗനൈസേഷൻസ് ഫോക്കസിങ് ഓൺ റിലീജിയസ് ന്യൂസ് വിത്ത് എ മിഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഈ റിലീജിയൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിലീജിയസ് ന്യൂസ് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്നത്. അവർ ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? റിലീജിയസ് ന്യൂസ് വിത്ത് എ മിഷൻ ഓഫ് പ്രൊപ്പഗേഷനാണ്. ഇനി നെക്സ്റ്റ് ഇമിഗ്രൻ്റ് ആൻഡ് എത്നിക് ന്യൂസ് പേപ്പർ പബ്ലിഷ്ഡ് ബൈ എത്നിക് ഗ്രൂപ്പ്സ് ലിവിങ് ഇൻ ഏലിയൻ ലാൻഡ്സ് ആസ് എക്സ്പെട്രേറ്റ്സ് ലൈക്ക് ഇന്ത്യൻ ഇൻ ഗൾഫ് കൺട്രീസ്. ഈ ഏലിയൻ ലാൻഡ്സിലൊക്കെ നിൽക്കുന്ന എത്നിക് ഗ്രൂപ്പ്സ്, ഇമിഗ്രേൻറ്റ്സ്, അതായത് ഈ കുടിയേറ്റക്കാർ, അവർ ഈ വംശീയതയ്ക്ക് ഒക്കെ ആയിട്ട് വേണ്ടി അതൊക്കെ അതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ന്യൂസ് പേപ്പേഴ്സാണ് ഈ ഇമിഗ്രൻ്റ് ആൻഡ് എത്നിക് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ബ്ലാക്ക് ന്യൂസ് പേപ്പേഴ്സ്, ഫിനോമിനൻ ഫൗണ്ട് ഇൻ ദ വെസ്റ്റിൽ ഫൗണ്ട് ചെയ്തിട്ടുള്ളതാണ് ഇത്. ന്യൂസ് പേപ്പേഴ്സ് ബൈ ആൻഡ് ഓൺ ദ ബ്ലാക്ക് പീപ്പിൾസാണ് ഈ ഒരു ന്യൂസ് പേപ്പർ ചെയ്യുന്നത്. ദ ഫസ്റ്റ് ബ്ലാക്ക് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് സാമുവൽ കോർണിഷ് ഫ്രീഡംസ് ജേർണലാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഗേയ്സ് ന്യൂസ് പേപ്പേഴ്സ് ക്യാരിങ് ന്യൂസ് അബൌട്ട് ട്രാൻസ്ജെൻഡർ ഗ്രൂപ്പ്സിനെ പറ്റി പറയാനായിട്ടാണ് ഈ ഒരു ഗേ ന്യൂസ് പേപ്പേഴ്സ്. അതിൽ ഫസ്റ്റ് ഗേ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ജിം മൈക്കിൾസ് അഡ്വക്കേറ്റഡ് ആണ്. ഇത് 1967 അമേരിക്കയിൽ ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബൈ ഓഡിയൻസ് എന്ന് പറയുന്ന ടൈപ്പ്. കമ്മ്യൂണിറ്റി, റിലീജിയസ്, ഇമിഗ്രൻ്റ് ആൻഡ് എത്നിക്, ബ്ലാക്ക്, ഗേ. അപ്പോൾ ഇത്രയും ടൈപ്സാണ് ഈ ഓഡിയൻസിൽ വരുന്നത്. ഇനി ബൈ ലാംഗ്വേജ് ലാസ്റ്റ് വണ്ണാണ് ഇംഗ്ലീഷാണ് ഇതിൽ പറയുന്നത്. പിന്നെ വെർനാക്യുലർ, അതായത് പ്രാഥമിക ഭാഷ എന്ന് പറയുന്നത്. പിന്നെ ബ്രെയിലി ന്യൂസ് പേപ്പേഴ്സ് പബ്ലിഷ്ഡ് ഫോർ ദ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ന്യൂസ് പേപ്പർ. അപ്പം ഇത്രയാണ് ടൈപ്സ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. 6 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കാനായിട്ട് പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് മതി എങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് മതി എന്ന് കമൻറ്റ് ചെയ്യണം. അല്ല ഇനിയും കുറച്ചുകൂടി ബെറ്റർ ആക്കണം, ഇതിലെന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്സോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇനിയും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ തന്നെ എനേബിൾ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.